ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ചെറിയ മിനി പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അതിനുള്ള സംഭവങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ ബൗൾ നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് നാച്ചുറൽ പ്ലാന്റ് ഒരെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മൾ പ്ലാന്റഡ് അക്വേറിയം ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് എംസാൻഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത അക്വേറിയം കേട്ടോ. ഈ കാണുന്നത് ഇതാണ്, ചെറുതായിട്ട് സെറ്റാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ലെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ വലുതാക്കി ചെയ്യുകയാണ്. മണി പ്ലാന്റ് ഇതിനകത്ത് ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇതവിടെ ഇരിക്കട്ടെ. നമ്മൾ 2 ചെറിയ ടൈഗർ ഫിഷ് ഈ ഒരു അക്വേറിയത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എംസാൻഡിലേക്ക് ഇടാൻ പോകാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അത് ഇട്ട് കൊടുക്കുകയാണ്. ഈ പ്ലാന്റ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഇത്തവണ വർക്കാവും നമുക്ക് അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫെയിലിയർ ആവും. ഞാൻ പ്ലാനിന് ചുറ്റും നൈസായിട്ട് ഈ കല്ലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഇവിടെ ഇടാൻ പോകാം. ഞാൻ ഈ ഒരു സ്റ്റോൺ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു, ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട്. മണി പ്ലാന്റ് ഉണ്ടാകും കേട്ടോ, അതും കൂടി ഞാൻ ഇതിനകത്തിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ സ്റ്റോൺസ് ഇതിനകത്ത് വെക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ഹൈഡ് ചെയ്യണം. കുറച്ചുകൂടി സാൻഡ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു മെയിൻ സംഭവം വെച്ചാൽ ഈ പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പാടില്ല. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വേര് ഉറക്കത്തില്ല. അതാണ് അതിൻ്റെ മെയിനൊരു ഇഷ്യൂ. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പ്ലാന്റ് അതിനുള്ളിൽ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കുറച്ച് എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ അതുകൂടിയാണ് ഫില്ലാക്കി. ഓൾമോസ്റ്റ് നമ്മുടെ അകത്തെ പ്ലാന്റിങ് സെറ്റായിട്ടുണ്ട്. ഞാൻ പതുക്കെ ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുന്നുണ്ട് വെള്ളം ഫില്ല് ചെയ്യാൻ. ഓക്കെ, വെള്ളം കലങ്ങാണ്ട് സെറ്റാക്കാൻ വേണ്ടിയാണിത്. ചെറിയ ഫിഷ് യൂസ് ചെയ്യത്തുള്ളൂ പ്ലാന്റ് അക്വേറിയത്തിൽ, കാരണം വെള്ളം കൂടുതൽ അഴുക്കാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ വളരെ കോസ്റ്റ് കട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇനി ശരിക്കും ഇതിന് പ്ലാന്റ് അക്വേറിയം ചെയ്യുമ്പോഴത്തേക്കും ഫിൽറ്ററൊക്കെ ആവശ്യമാണ്. നോക്കാം നമുക്കിത് എത്രത്തോളം സക്സസ് ആകുമെന്ന്. ശരിക്കും നമ്മൾ ഈ പ്ലാന്റഡ് അക്വേറിയത്തിൻ്റെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഫിഷിൻ്റെ വേസ്റ്റ് വെച്ച് തന്നെ ഈ പ്ലാന്റ് ഗ്രോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. ഓക്കെ, ഇനി നമ്മൾ ഫിഷ് ആഡ് ചെയ്താൽ മാത്രം മതി. വെള്ളമൊന്നും കുഴപ്പമില്ല, കലങ്ങിയിട്ടൊന്നുമില്ല. ഫിഷ് നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട് വെള്ളമൊക്കെ. അപ്പോൾ നമ്മൾ അക്വേറിയം ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമ്മളിതിലേക്ക് ഫിഷിന് ഇടാൻ പോകും. അതിന് മുമ്പായിട്ട് കുറച്ച് പൊടി സാധനമൊക്കെ ഇതിൻ്റെ മേലിൽ വന്നിട്ട് കോരിക്കലാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത അക്വേറിയം കേട്ടോ. ഓക്കെ, അകത്ത് നാച്ചുറൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, പിന്നെ മേളിൽ ചെറിയ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ ഇപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി മീനിനെ കൂടി ഇടുമ്പോഴത്തേക്കും ബാക്കി ബ്യൂട്ടിനെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഫിഷിനെ ഇറക്കി വിടാൻ പോവാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച 2 ടൈഗർ ഫിഷ് ഉണ്ട്, അതിനെയാണ് ഞാനിതിൽ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പതി ഇറക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പ്ലാന്റഡ് അക്വേറിയം. ഇത് മീൻ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. സ്ഥലം കുറവായിട്ടുണ്ട്, നമ്മൾ ചെറിയ ഫിഷിനെ തന്നെ ചൂസ് ചെയ്ത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയിലൊക്കെ ഇഷ്ടമാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി അക്വേറിയൊക്കെ ഒരു മിനി അക്വേറിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ദിസ് ഈസ് സുധീഷ് സൈനിങ് ഔട്ട് ഫ്രം വ്ളോഗ് മലയാളം.